സിഡ്നി സ്വീനി, അമാൻഡ ഡിസ്ട്രൈഡ്, ബ്രാൻഡൻ സ്ക്ലനർ എന്നിവർ കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ ദ ഹൗസ് മെയ്ഡ് എന്ന് പറയുന്ന ബുക്കിനെ ആസ്പദമാക്കി വന്ന ഒരു മൂവിയാണ്. ഒരു ഫ്രീഡ മിക്ഫ്രാനാണ്, അതായത് ഈ ഒരു ഒറിജിനൽ ബുക്കിൽ നിന്ന് ബേസ് ചെയ്ത ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത്. ആ 2022 വന്ന ഒരു നോവലാണ്. സോ ദ ഹൗസ് മെയ്ഡ് എന്ന് പറയുന്ന ആ ഒരു ബുക്ക് 2022 റിലീസായത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. ഹൈലി ഇന്റർനാഷണൽ ബെസ്റ്റ് സെല്ലറായി മാറിയ ഈ ഒരു ബുക്കിനെ ആസ്പദമാക്കി ഒരു മൂവി എടുക്കുമ്പോൾ ആ ഒരു ഹൈപ്പും കാര്യങ്ങളൊക്കെ, ആ ഒരു നമ്മുടെ മനസ്സിൽ തന്നെ പല പല ചോദ്യങ്ങളാണ്. ഇതെങ്ങനെയായിരിക്കും ആ ഒരു സംഭവങ്ങളും ആ ഒരു ബുക്ക് വായിക്കുമ്പോൾ ഒരു ആകാംക്ഷ നിലനിർത്തുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്ന ഡൗട്ട്സാണ്. പക്ഷേ ഇവിടെ ഹൗസ് മെയ്ഡിലോട്ട് വരുമ്പോൾ ബുക്കിനെ ആസ്പദമാക്കിയെടുത്ത മൂവി ആണെങ്കിൽ പോലും കുറേ സിനിമാറ്റിക് വേർഷനാണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ ബുക്ക് വായിച്ച ആളാണെങ്കിലും ബുക്ക് വായിക്കാത്ത ആളാണെങ്കിലും സ്ഥിരമായിട്ട് വന്ന ആ ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ, ആ ഒരു ട്വിസ്റ്റ് ആദ്യം തൊട്ട് കാണുമ്പോഴേ നമുക്ക് ആ ഒരു പ്രെഡിക്റ്റബിൾ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഇരുന്ന് സിനിമ കാണുന്നതാണ്. ആ ഒരു സിനിമ കാണുമ്പോഴത്തേക്ക് അപ്പുറത്തിരിക്കുന്ന ആൾക്ക് ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഞാൻ ബുക്ക് വായിച്ച് എനിക്ക് പ്രെഡിക്റ്റബിൾ ആവുന്ന പോലെ തന്നെ അപ്പുറത്തിരിക്കുന്ന ആ ഒരു ബുക്ക് വായിക്കാത്ത ആൾക്കാർക്ക് പോലും ആ ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ പ്രെഡിക്റ്റബിൾ ആയിട്ട് തന്നെ തോന്നും. അമാൻഡ ഡിസ്ട്രൈഡിൻ്റെ ഒരു കിടിലം പെർഫോമൻസ് സിനിമയുടെ ബാക്ക് ബോൺ ആണ്. കാരണം ആ ഒരു ക്യാരക്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതി, ആ ഒരു ഇമോഷൻസ് കൺവേ ചെയ്യുന്ന രീതി, പല സീക്വൻസസിലും ആ ഒരു ഫീലിങ്ങും കാര്യങ്ങളൊക്കെ, ആ ഒരു ക്യാരക്ടർ പോകുന്ന സിറ്റുവേഷൻസ് ഒക്കെ വളരെ ഗംഭീരമായിട്ടാണ് സ്ക്രീനിൽ എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കി എല്ലാവരെക്കാളും ഈ ഒരു സിനിമയിൽ ഔട്ട്ഷൈൻ ചെയ്യുന്നത്, ബാക്കി എല്ലാവരെയും ഔട്ട്ഷൈൻ ചെയ്തിരിക്കുന്നത് അമാൻഡ ഡിസ്ട്രൈഡ് ആണ്. അത് ഈ സിനിമയുടെ ഒരു മേജർ ഹൈലൈറ്റ് ആണ്. അതിൻ്റെ കൂടെ തന്നെ സിഡ്നി സ്വീനിയുടെ പെർഫോമൻസും എടുത്തു പറയേണ്ട ഒന്നാണ്. പക്ഷേ ഇവരുടെ അത്രയും കാര്യമായിട്ടുള്ള പെർഫോമൻസ് കൊണ്ട് സിഡ്നി സ്വീനിയുടെ ക്യാരക്ടറിന് കഴിഞ്ഞിട്ടില്ല. എങ്കിൽ പോലും ആ ഒരു ക്യാരക്ടർ അനുസരിച്ച് ആ ഒരു കഥാപാത്രം പോകുന്ന സാഹചര്യങ്ങളും ആ ഒരു ഇമോഷൻസ് കോൺഫ്ലിക്ട്സ് ഒക്കെ തന്നെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് ആ ഒരു കഥാപാത്രത്തിന്, ആ ഒരു ആക്ട്രസിൻ്റെ വിജയമാണ്. സോ പിന്നെ പറയുന്നത് ബ്രാൻഡൻ സ്ക്ലനർ ആദ്യമൊക്കെ നല്ല പെർഫോമൻസ് ആണെങ്കിലും പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ശരാശരിയായിട്ടുള്ള ആ ഒരു കഥാപാത്രത്തിലോട്ട് അത് മാറുന്നുണ്ട്. അത് സിനിമയുടെ ഒരു നെഗറ്റീവാണ്. അതൊക്കെയാണ് അത് ആ ഒരു സിനിമാറ്റിക് ലാംഗ്വേജും കാര്യങ്ങളൊക്കെ, ഒരു സിനിമാറ്റിക് വേർഷൻ രീതിയിൽ കൊണ്ടുവന്നിരിക്കുന്നതൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ സിനിമയുടെ പ്രധാന പ്രശ്നമായിട്ട് തോന്നിയത്. ന്യൂഡിറ്റി ഉണ്ട്, അതുപോലെ തന്നെ വയലൻസും ഒക്കെ ഉള്ള ഒരു മൂവിയാണ്. സോ ശ്രദ്ധിച്ച് കാണാം. സിനിമയുടെ പേര് ദ ഹൗസ് മെയ്ഡ്.